പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, LDC 2014 തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ച മാത്സിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെല്ലാം ക്വസ്റ്റ്യൻസ്, എല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് 2014 തൃശ്ശൂരിൽ വന്നിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2n = 16 ആയാൽ 3m-1 എത്ര? ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2n എന്ന് പറഞ്ഞാൽ 16 എന്നാണ്. 16 എന്ന് പറഞ്ഞാൽ ഈ 2 എത്ര തവണ ഗുണിച്ചാൽ ഈ 16 കിട്ടുമെന്നാണ് ഈ n എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 എത്ര തവണ ഗുണിച്ചാൽ ഈ 16 കിട്ടും. ഇപ്പോൾ 2 × 2 × 2 2 4 8 8 × 2 16. അപ്പോൾ 4 തവണ ഗുണിച്ചാലാണ് ഈ 16 എന്ന് കിട്ടുന്നത്. അപ്പോൾ n എന്ന് പറഞ്ഞത് 4 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ n ആണ്, n ആണ്. n എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് n-1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ m-1 എന്ന് പറഞ്ഞാൽ 4 - 1. 4 - 1 പറഞ്ഞാൽ 3. ഇവിടെ ഈ ഒരു സംഖ്യയിൽ നിന്നാണ് 1 കുറയ്ക്കേണ്ടത്. അപ്പോൾ 3 നമുക്ക് കിട്ടും. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ അത് 27 ആണ്. 27 എങ്ങനെയാണെന്ന് വെച്ചാൽ 3 × 3 × 3 3 × 3 9 9 × 3 27. അപ്പോൾ 27 എന്ന് കിട്ടി. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവിയുടെയും രാജുവിൻ്റെയും കയ്യിലുള്ള രൂപയുടെ അംശബന്ധം 2:5 ആണ്. രാജുവിൻ്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 കൂടുതൽ ഉണ്ടെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? നമുക്ക് അംശബന്ധം തന്നിട്ടുണ്ട്. അതുപോലെ രാജുവിൻ്റെ കയ്യിൽ രവിയുടെ ഉള്ളതിനേക്കാൾ കൂടുതൽ 3000 രൂപ അധികം രാജുവിൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാജുവിൻ്റെ കയ്യിലുള്ള എത്ര രൂപ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രാജുവിൻ്റെ കയ്യിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 2:5 ആണ്. 2:5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം 2:5 എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം 3 ആണ്. ഈ 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞതാണ് ഈ 3000. ഈ 3000 രൂപ അവർ തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. ഈ രാജുവിൻ്റെയും രവിയുടെയും കയ്യിലുള്ള രൂപയുടെ വ്യത്യാസമാണ് ഈ 3000 രൂപ. അവിടെ ആ വ്യത്യാസമുള്ള അംശബന്ധമാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുമ്പോൾ 3000 ആകുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 1000 ആണ്. അത് 1000 ആയിരിക്കും. 3000/3 1000 ആണല്ലോ. അപ്പോൾ രാജുവിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 2:2 രവിയുടെയും 5 എന്ന് പറയുന്നത് രാജുവിൻ്റെയും അംശബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ 1000 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനത്തെ 1 1 അങ്ങനെ 5 പാർട്ടാണ് ഈ രാജുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ 5നെ ഈ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 × 1000 അപ്പോൾ 5000 എന്ന് കിട്ടും. ആൻസർ 5000. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, √20 + √20 + √22 + √8 + ഇതെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വലിയ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ എല്ലാം കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് വരുന്ന ഈ സംഖ്യ 1 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇവിടെ ഈ 1, ആ 1ൻ്റെ റൂട്ട് കാണും ഫസ്റ്റ്. 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 എന്നിടുക. പിന്നെ ഇത് രണ്ടും കൂട്ടുക. 8 + 1 കൂട്ടിയാൽ 9. √9 എന്ന് പറഞ്ഞാൽ അത് 3 എന്നാണ്. √9 9ൻ്റെ റൂട്ട് പറഞ്ഞാൽ 3 ആണ്. പിന്നെ 3 + 22 കൂട്ടുക. അപ്പോൾ 25 എന്ന് കിട്ടും. 25ൻ്റെ റൂട്ട് 5. പിന്നെയും നമുക്ക് 25 എന്ന് കിട്ടും. ഈ 20 + 5 25, പിന്നെ √25, അപ്പോൾ 5.
ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് റൂട്ട് 25 എന്ന് കിട്ടുക. അത് നമ്മൾ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ അത് 5ആണ് അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് സംഖ്യ എവിടെയാണോ അത് ഫസ്റ്റ് റൂട്ട് കാണാം. അതിൻ്റെ വലത്തു നിന്നും ഇടത്തോട്ട് നമ്മൾ കാണണം, ഈ സൈഡിലോട്ട് കാണണം. അടുത്ത ക്വസ്റ്റ്യൻ A:B 5:3 ആയാൽ B:C 7:4 ആയാൽ A:C എത്ര? AB 5:3 ആണ്, BC 7:4 ആയാൽ AC എത്ര എന്ന് വെച്ചാൽ നമുക്കിത് A/B 5/3 B/C 7/4 എന്ന് എഴുതാം. അപ്പോൾ AC-ൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം A/B ഇൻറ്റു B/C ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 5/3 ഇൻറ്റു 7/4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 7 3 ഇൻറ്റു 4, അപ്പോൾ 35/12 35:1 2 35:12 A:C. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബോർഡ് മാസ്റ്റർ റൂളാണ് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. 2+16 ഹരിക്കണം 2 × 4 -5. ഫസ്റ്റ് അരണ ചെയ്യേണ്ടത്. അപ്പോൾ 16/2 8 എന്ന് വരും. പിന്നെ ഗുണനം ചെയ്യുക 8 × 4 32 എന്ന് വരും. പിന്നെ പ്ലസ് 32 + 34 + 32 + 2 34 - 5. അപ്പോൾ നമുക്ക് ആൻസർ 29 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 ആളുകൾ ചേർന്ന് ഒരു ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ അതേ ജോലി 10 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ നമുക്ക് നോക്കാം. M1 × D1 ഇവിടെ D1 ആണ് = M2 × D2 എന്നുള്ള ഇക്വേഷൻ ബേസ് ചെയ്താൽ മതി. 15 × 18 = 10 × D2 എന്ന് കിട്ടും. അപ്പോൾ D2 കാണാൻ 15 × 18 ഈ 10 ഇങ്ങോട്ട് 15 × 18 /10 എന്ന് വരും. 10 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനിൽ ഹരണമാവും. അപ്പോൾ D2 നമുക്ക് 27 ദിവസം എന്ന് കിട്ടും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 1/x + 1/2x + 1/4x = 1 ആയാൽ എക്സിൻ്റെ എത്ര ആയിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ നമുക്ക് ഈ 4 ഈ എക്സ് 2x 4x എന്നുള്ളതിൻ്റെ ലസാവ് കണ്ടാൽ നമുക്ക് 4 ഈ 2 4 1 എന്നതിൻ്റെ ലസാവുമാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ 4x ആ 4xനെ കൊണ്ട് ഈ സംഖ്യയെല്ലാം നമ്മൾ ഗുണിക്കുന്നു. അപ്പോൾ 4x ഇൻറ്റു നമുക്ക് 4x × 1 അഥവാ ഇവിടെ 4 എക്സ് 4 4 എന്ന് വരും. ഇവിടെ ഇത് /2 എന്ന് പറയും 2 വരും. ഇവിടെ 4 എന്ന് 1. അപ്പോൾ 4 + 2 + 1 എന്ന് പറയുന്നതാണ് 4x. അപ്പോൾ 4x എന്ന് പറയുന്നത് 7 ആണ്. ഈ 4 + 2 + 1 7. 4x ആണ് 7. അപ്പോൾ x എന്ന് പറയുന്നത് 7/4. എട്ടാമത്തെ ക്വസ്റ്റ്യന് 1/8 + 2/7 എത്ര ചോദിച്ചിട്ടുള്ളത്. ഇത് കാണാൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. രണ്ടിൽ കൂടുതൽ സംഖ്യകളുണ്ടെങ്കിൽ നമ്മളത് ലെസ്സാവ് കണ്ട് ചെയ്താൽ മതി. ഇത് ഇവിടെ 1/7 2 × 8 1 × 8 1 × 7 2 × 8. അപ്പോൾ 7 പിന്നെ 8 × 7 7 + 16 / 56 എന്ന് വരും. അപ്പോൾ 23/56. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 ഒറ്റ സംഖ്യയുടെ തുക n² ആണ്. 20² ആണ് 400. ആദ്യത്തെ 40 ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ n² 40² 1600. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 1600 - 400 1200. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ 20 ഒറ്റ സംഖ്യയുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത
ഒറ്റ സംഖ്യയുടെ തുക എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1200 മൈനസ് 400, അപ്പോൾ 800 എന്നാണ് ആൻസർ ഇതിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഇരട്ടിയായാൽ പരപ്പളവ് എത്ര മടങ്ങാവും ചോദിച്ചിട്ടുള്ളത്. വൃത്തത്തിൻ്റെ വ്യാസം എത്ര മടങ്ങ് വർദ്ധിച്ചാലും അതിൻ്റെ സ്ക്വയർ മടങ്ങും ചുറ്റളവും ഇരട്ടിയായി വർദ്ധിക്കുന്നു. അപ്പോൾ വ്യാസം ഇരട്ടിയായാൽ വിസ്തീർണം എന്ന് പറയുന്നത് 2:2 ആണ്. 2 സ്ക്വയർ ആണ് = 4 മടങ്ങ് വർദ്ധിക്കും. 4 മടങ്ങ് വർദ്ധിക്കും അവസാനം. അടുത്ത ക്വസ്റ്റ്യൻ 11, രമയും ലീലയും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. രമ 10% സാധാരണ പലിശയും ലീല 10% വാർഷിക കൂട്ടുപലിശയ്ക്കും ആണ് നിക്ഷേപിച്ചത്. കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ലീലയ്ക്ക് 100 രൂപ കൂടുതൽ ലഭിച്ചു. 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണോ നിക്ഷേപിച്ചത്? അപ്പോൾ നമുക്ക് ആദ്യം ലീലയ്ക്ക് ലഭിച്ച പലിശ നമ്മൾക്ക് കാണാം. ഫസ്റ്റ് ലീലയ്ക്ക് കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. a + b + a × b / 100. a എന്ന് പറഞ്ഞാൽ ആദ്യ വർഷവും b എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷം കിട്ടിയ പലിശയും /100. അത് ചെയ്യുമ്പോൾ 10 + 10 + 10 × 10 / 100. ഈ 0 വെട്ടിപ്പോവും, അതുപോലെ ഇതും വെട്ടിപ്പോവും. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 10 + 10 20, 1 × 1 1. അപ്പോൾ 21% ആണ് ലീലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ലീലയ്ക്ക് 2 വർഷത്തെ പലിശ 21% ആണ്. അപ്പോൾ രമയ്ക്ക് 2 വർഷത്തിന് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ അവർ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 10 + 10 20 ആണ്. 20% കിട്ടിയത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1% മാത്രമാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 1% എന്ന് പറയുന്നത് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 100 രൂപ എന്ന്. അപ്പോൾ ഒരു സംഖ്യയുടെ 1% തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ 100% കാണാൻ ആ സംഖ്യയെ ശതമാനം കൊണ്ട് അരിച്ച് × 100 അടിച്ചാൽ 10,000 രൂപ കിട്ടും. 100 എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 1% കാണാൻ 1 × 100 എന്നിപ്പോൾ. അപ്പോൾ 10 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന സംഖ്യ 5% അതിൻ്റെ 1% കാണണമെങ്കിൽ ഹരിക്കണം 5 × 100% ആണെങ്കിൽ × 100 അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ സംഖ്യ കിട്ടും. അടുത്തത് a⁴ × a⁸ / a12 എന്നാണ് എത്രയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇവിടെ ഒരു ഇക്വേഷൻ അറിയാം. a⁻m × a⁻n എന്ന് പറഞ്ഞത് a⁻m + n ആണ്. ഇവ രണ്ടും കൂട്ടിയാൽ മതി. ആ ഇക്വേഷൻ ഇവിടെ ഫോളോ ചെയ്താൽ മതി. a⁴ × a⁸ / a⁻12 പറയുമ്പോൾ ഇവിടെ 4ഉം 8ഉം തമ്മിൽ കൂട്ടിയാൽ 12 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് a⁻12 / a⁻12. അപ്പോൾ അതിൻ്റെ ആൻസർ 1 എന്ന് ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യന്, ഒരു പാർട്ടിയിൽ 10 പേർ പങ്കെടുത്തു. പാർട്ടിയുടെ തുടക്കത്തിൽ ഓരോരുത്തരും പരസ്പരം അസ്ഥാനം ചെയ്തു. ആകെ എത്ര അസ്ഥാനങ്ങൾ? അതിൽ കാണാൻ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n-1 / 2 എന്നാണ്. നമ്മൾ ഈ ഒരു n എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണമാണ്. അവിടെ 10 എന്നാണ് ക്വസ്റ്റ്യൻ. 10 ആളുകളാണ് ഈ പങ്കെടുത്തത്. അപ്പോൾ 10 × 10 - 1 / 2. അപ്പോൾ നമുക്ക് 10 × 9 / 2 45 അസ്ഥാനങ്ങളാണ് അവിടെ നടന്നത്. അടുത്ത ക്വസ്റ്റ്യന് 111 × 112 = 111 + x² ആയാൽ x എത്ര? ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ 111 × 112 111 × 112 111 + x². നമുക്ക് ഈ 112 എണ്ണം 111കളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു സംഖ്യ തന്നിരിക്കുന്നത്. അപ്പോൾ 112 ഈ 112 5 × 6 എന്ന് പറഞ്ഞാൽ 5
5 അങ്ങനെ 6 തവണ നമ്മൾ ഗുണിക്കണമല്ലോ, എന്നാലല്ലേ ഈ 5 ഇൻറ്റു 6 ആകുന്നത്. ഇസിക്കൽ ടു നമുക്ക് തന്നിക്കാണ് 5 ഇൻറ്റു 5 സ്ക്വയർ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 6 വട്ടം ഗുണിക്കേണ്ടതിന് പകരം നമ്മൾ ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 5 ഇൻറ്റു 5 ആയില്ലേ, അതാണ് 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ 25. ആ ഒരു ഐഡിയ തന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിന്ന് ഈ 112 എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് 111 കുറക്കുക. അപ്പോൾ ഇവിടെ 111 ഇൻറ്റു 111 ആവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലാണ് 111 ഇൻറ്റു 111. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 111. സിമ്പിൾ ഐഡിയ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 15ാമത്തെ ക്വസ്റ്റ്യന് -1 ⁻25 പ്ലസ് -1 ⁻50 പ്ലസ് -1 ⁻75. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ -1 ⁻25 എന്ന് പറഞ്ഞാൽ -1 ആണ്. കാരണം ഇത് ഒറ്റ സംഖ്യയാണ്. ഒരു സംഖ്യയെ 2 ഇപ്പോൾ 1 2 ആണെങ്കിൽ -2 ആണെങ്കിൽ ഇവിടെ -1 -1 പ്ലസ് 1 അങ്ങനെയല്ലേ വരിക. രണ്ട് -1 കൂടിയാലാണ് ഒരു +1 ആകുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇൻറ്റു ആണ്, പ്ലസ് അല്ല. -1 ഇൻറ്റു -1 ആണ് 1 ആകുന്നത്. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണെങ്കിൽ അത് -1 തന്നെ വരിക. അപ്പോൾ അതുപോലെ ഇവിടെ ഇത് പറഞ്ഞത് ഒറ്റസംഖ്യ ആയതുകൊണ്ട് ഇവിടെ -1 എന്ന് വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം -50 ആണ്. അപ്പോൾ ഇവിടെ 1 എന്ന് വന്നു, കാരണം അത് ഇരട്ടസംഖ്യയാണ്. അതുപോലെ 75 എന്നത് ഒറ്റസംഖ്യ ആയതുകൊണ്ട് ഇവിടെയും അതുപോലെ ഒന്നുണ്ട്. അപ്പോൾ ഇത് 2 3 കൂട്ടിയാൽ ഈ -1 ഈ -1 -2 ആവും. ഇവിടെ +1 കൂടുമ്പോൾ അത് -1 എന്ന് ആൻസർ വരും. അടുത്ത് 2 സംഖ്യകളുടെ തുക 99, അവയുടെ വ്യത്യാസം 49 ആയാൽ അതിലെ വലിയ സംഖ്യ ഏത്? 2 സംഖ്യകൾ XY എന്ന് നമുക്ക് എടുക്കാം. 2 സംഖ്യകളുടെ തുക X + Y, 2 സംഖ്യയുടെ തുക പറഞ്ഞാൽ 99 ആണ്. X - Y എന്ന് പറഞ്ഞാൽ 49. ഇവിടെ ക്വസ്റ്റ്യൻ 49 ആണ്. അപ്പോൾ നമുക്ക് 2x എന്ന് പറയുന്നത് x² എന്ന് പറയുന്നത് 148 x എന്ന് പറയുന്നത് 2x എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി 1x എന്ന് പറഞ്ഞാൽ /2 74 ആണല്ലോ, 74 ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് x - y എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ 74 - 99 - 74 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ x + y ആണല്ലോ 99. അപ്പോൾ 99 74 കുറച്ചാൽ 25. അപ്പോൾ ചെറിയ സംഖ്യ 25ഉം വലിയ സംഖ്യ 74ഉമാണ് ഇവിടെ ആൻസർ. അപ്പോൾ ഇത് ചോദിച്ചുള്ള വലിയ സംഖ്യ എന്നാണ്. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 74. അടുത്ത ക്വസ്റ്റ്യൻ 1 3 7 15. ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതെന്ന് വെച്ചിട്ടുള്ളത് 1 3 7 15. ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം 1 × 2 + 1. ഈ ഒരു ഇക്വേഷന് 2 3 × 2 6 + 1 7, 7 × 2 14 + 1 15. ആ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് അടുത്തത് 15 × 2 + 1, 15 × 2 30 + 1 31. ആൻസർ അങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ 1ൻ്റെ 50%ൻ്റെ 50% എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 1ൻ്റെ 50% നമുക്കറിയാം അരയാണ്. ആ പോയിൻ്റ് 50 ആണ്. അപ്പോൾ 1 രൂപയാണെങ്കിൽ 50 പൈസ. 50 പൈസ എന്ന് പറയുമ്പോൾ അര എന്ന് പറയും, 1/2 എന്ന് പറയും. 1/2ൻ്റെ ½ 1/4 വരുന്നത്. ഇനി 1/4ൻ്റെ എന്ന് പറയുമ്പോൾ അത് 1/8 അങ്ങനെ കൂടി വരും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെ ഇക്വേഷൻ ചെയ്താലും മതി. ഇതും 1/4 എന്നാണ് കിട്ടുന്നത്. 1ൻ്റെ 50 / 100 × 50 / 1/4. ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകൻ 13 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? രണ്ടാമത്തെ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞ് 13 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൂത്ത മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞാൽ മൂത്ത മകന് 8 വയസ്സുള്ളപ്പോഴാണ്
രണ്ടാമത്തെ മകൻ ജനിച്ചത്. അപ്പോൾ 8+13 ആയിരിക്കും മൂത്ത മകൻ്റെ വയസ്സ്. അപ്പോൾ 21. അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. ഇത് കാരണം ഒരു ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. അപ്പോൾ മൂത്ത മകൻ്റെ വയസ്സ് 21. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 30 പ്ലസ് കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 51 എന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഭിപ്രായം വല്ല ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.